ഇന്നത്തെ വിഷയം ഇമോഷണൽ ലിറ്ററസിയാണ്, വൈകാരിക സാക്ഷരത. ഇനി അതിലേക്കാണ് എനിക്ക് വരേണ്ടത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അതിന് വേണ്ടി ഒരു ചെറിയ കേസ്, ഒരു ചെറിയ കുഞ്ഞു കഥ പറഞ്ഞിട്ട്, എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു ചെറിയ കേസ് പറഞ്ഞിട്ട് ഞാൻ ആ കേസിനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ചെറിയ കേസ്. ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്. ഗുരുവായൂരിൽ നിന്ന് ഒരു ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ ക്ലിനിക്കിൽ വരുന്നതാണ് സംഭവം. ഞാൻ പറഞ്ഞു, ക്ലിനിക്കിൽ ഞാനങ്ങനെ പുറത്തേക്ക് നോക്കിയെങ്കിൽ കാണാം ഇവർ വരുന്നത്. ഇപ്പോൾ ഭാര്യയും ഭർത്താവിടെ ഒരു ബൈക്കിൻ്റെ, ഇവിടെ പുതിയൊരു ബൈക്കുണ്ട് ഇപ്പോൾ, ഡ്യൂക്ക് എന്നങ്ങാൻ പേരായിട്ട്. എന്താ എൻ്റെ പേര്? ഡ്യൂക്കല്ലേ? ആ ഫ്രണ്ടൊക്കെ താണ് ബാക്ക് ഇങ്ങനെ പൊന്തിയിട്ടൊരു സാധനം. അങ്ങനെ ഡ്യൂക്കിൻ്റെ മുകളിലാണ് ഈ ഭാര്യയും ഭർത്താവും കൂടി വരുന്നത്. അപ്പം ഞാനിങ്ങനെ ജനലിനുള്ളിൽ കൂടി ഇങ്ങനെ നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരു ഇറക്കിറങ്ങി ഇങ്ങനെ വരിക. ദൂരത്തുനിന്ന് കണ്ടാൽ ഇവിടെ കുന്തത്തിൻ്റെ മുകളിൽ ഉട്ടാപ്പി വരുന്നൊരു ഫീലാണ്. അങ്ങനെ രണ്ടുപേരും കൂടി വന്ന് അവിടെ നിർത്തി ചാടി ഇറങ്ങി രണ്ടാളും കൂടി. അപ്പം ഞാൻ നോക്കണ സമയത്ത് സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അപ്പം സ്റ്റെപ്പ് കയറി വരുന്നത് കണ്ടാൽ അറിയാം അല്ലേ? അങ്ങനെ ഭാര്യയും ഭർത്താവോട് ഇങ്ങനെ തൊട്ടി, ഇങ്ങനെ ഒരാൾ നടന്ന് വരുന്നതൊക്കെ കണ്ടാൽ നമുക്ക് അറിയാം. രണ്ടാൾക്കാർ നടന്നു പോകുന്ന ദൂരത്തുനിന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും എന്ത്, ഇവർ കല്യാണം കഴിച്ചതാണോ, കല്യാണം കഴിച്ചതല്ലേ, കല്യാണം കഴിച്ചിട്ട് എത്ര മാസമായി, എത്ര കൊല്ലമായി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിനൊരു സൈക്കോളജി ഉണ്ട്. അത് പഠിച്ചില്ലല്ലേ ആരും? അങ്ങനെ ഒരു സാധനമുണ്ട്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ രണ്ടാൾക്കാർ തൊട്ടുരുമി നടന്നു പോവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? കല്യാണം കഴിഞ്ഞിട്ടില്ല. കല്യാണം കഴിച്ചാലോ 2 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. ഭർത്താവ് ഒരു പോക്കാണ്, ഭാര്യ പിന്നാലെ ഓടിക്കതച്ചിങ്ങനെ പോകുന്നതാണ്. ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ ഭർത്താവ് മുമ്പിലത്തെ ബസ്സിലും പോകും, ഭാര്യ പിന്നിലത്തെ ബസ്സിലും കയറും. എങ്ങനെയാ? അതിങ്ങനെ കൂടിക്കൂടി വരിക. എന്താണെന്നറിയില്ല അല്ലേ? ഒരു ഇൻറ്റിമസി. കല്യാണം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരാളെ അല്ലേ, കുറച്ചുകൂടി ഒരു അധികാരമൊക്കെ പ്രയോഗിക്കുന്നു ഭാര്യമാരുടെ അടുത്ത്. ഭർത്താവ് ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടി ഗുരുവായൂർ റൂം എടുക്കാൻ പോവാം. അങ്ങനെ റൂം എടുക്കാൻ പോയപ്പോൾ മാനേജർ എടുത്തു പോയി. അപ്പം മാനേജർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് വേണമെന്നാ. എന്ത് സർട്ടിഫിക്കറ്റ്? മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ റൂം തരുമെന്നാ. അങ്ങനെ പോലീസ് പറഞ്ഞിട്ടതാണ്. അപ്പോൾ അവർ അമ്പലത്തിൽ പോകുമ്പോൾ ആരെ മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്ത് പോവോ? ഇല്ല, അവിടെ സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഹോട്ടലിൽ പോയി അവിടെ ചോറ് റൂം തരുമെന്ന് വെച്ചു. അവിടുന്ന് മാനേജർ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇപ്പോൾ ഭാര്യ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു താലിയുണ്ട്, മതിയോ? അപ്പോൾ മാനേജർ അത് ഇവിടെ പൈസ കൊടുത്ത് ആർക്ക് കിട്ടും, അത് പോരാ, സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്നാ. അവിടെ റൂം കിട്ടിയില്ല. 3ാമത്തെ ഹോട്ടലിൽ ഇവർ പോയിട്ട് മാനേജർ വിളിച്ചു, മാനേജറെ ഒരു റൂം തരുമെന്നാ. ആ മാനേജറും പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാ. ഇത് കേട്ടപ്പോൾ ഭർത്താവ് ഭാര്യനോട്, നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് കെട്ടി ഒരുങ്ങി പോരണ്ടാന്ന്, ഇപ്പം നിനക്ക് തൃപ്തിയായോന്നാ. അപ്പം മാനേജർ സർട്ടിഫിക്കറ്റ് വേണ്ട, റൂം തരാന്നാ. അയാൾക്ക് എന്തുറപ്പായി? ഇത് ഇയാളെ ഭാര്യയാണെന്ന് ഉറപ്പായി. കാരണം ഭാര്യ അല്ല വേറെ ആരാണെങ്കിലും ഇങ്ങനെ ചൂടാവൂല അല്ലേ? ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂടാവാനുള്ള ഒരു സാധനമാണെന്നൊരു ധാരണ ഭർത്താക്കന്മാർക്ക് പൊതുവേ ഉണ്ട് അല്ലേ? നമുക്ക് എന്തും ഡെലിവറി ചെയ്യാനുള്ള ഒരു സാധനം എന്നുള്ള ഒരു ധാരണ ഉണ്ട്. ഓക്കെ, അങ്ങനെ നടത്തത്തിൽ മനസ്സിലാവും ഇവർ ഭാര്യയും ഭർത്താവാണോ, സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇങ്ങനെ സ്റ്റെപ്പ് കയറി വരുമ്പം ഭർത്താവ് ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഭാര്യ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇങ്ങനെ റൂമിൽ വന്ന് ഞാൻ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ അവർ പുറത്തുനിന്ന് ഭയങ്കര കളിയൊക്കെ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വിളിച്ച് എൻ്റെ മുമ്പിലിരിക്കുക അവർ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ? അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ, കൗൺസിലിങ്ങിന് വന്നല്ലേ. കൗൺസിലിങ്ങിന് അങ്ങനെ എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളങ്ങനെ ചോദിച്ചാൽ ഓരെന്താ വിചാരിക്കുക? ഓ, ഞാനൊരു പ്രശ്നമുള്ള ആളും ഇയാളൊരു പ്രശ്നമില്ലാത്ത ആളും ഒരു ഫീല് വരില്ലേ? അതുകൊണ്ട് അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഇപ്പം എന്തേ ചോദിക്കാൻ പാടുള്ളൂ? ഞാൻ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടതിനൊക്കെ, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത്? ഇതൊരു ചോദ്യമാണ്. ഉടനെ 2 പേരും കൂടി ഒരേ ശബ്ദത്തിൽ, ഞങ്ങൾക്ക് ഡിവേഴ്സ് വേണം. നിങ്ങൾ ഞെട്ടിയില്ലേ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നേരിട്ട് കേട്ട എൻ്റെ സ്ഥിതി ആലോചിച്ച് നോക്കും. 2 മുടി ഇങ്ങനെ അങ്ങോട്ട് നിന്നു. നമ്മൾക്ക് പകച്ച് പണ്ടാരടങ്ങുമ്പോൾ അങ്ങനെ മുടി ഇങ്ങനെ നിൽക്കില്ലേ, അങ്ങനെ നിന്നു പോയതാ. അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ഡിവേഴ്സോ? ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്തിനാ ഡിവേഴ്സ്? അപ്പോഴല്ലേ ഭർത്താവ് പറയണത്. ഭർത്താവ് ഒറ്റ പറയലാ, സാറേ ഞാൻ 4 തലമുറയ്ക്ക് തിന്നാനുള്ള സ്വത്ത് ഇപ്പം എൻ്റെ കുടുംബത്തിലുണ്ട്. മാത്രം ഞാൻ അധ്വാനിച്ച് 4-5 ലക്ഷം റുപ്യ മാസത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കല്യാണം കഴിച്ച എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ വീട്ടിലേക്ക് വരുമ്പം എനിക്കൊരു ഗ്ലാസ് ചായ എടുത്തരും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ, അവരെ ആരാ നോക്കുക? അവരൊക്കെ നോക്കുക. ഒറ്റ മോനല്ലേ ഞാൻ. പിന്നെയോ ഇപ്പൊ കുട്ടികളുണ്ടാവുക, ഒന്നിച്ച് ജീവിക്കുക, കുട്ടികളുണ്ടാവുക, ഇതിനൊക്കെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ഇപ്പൊ ഒന്നിച്ച് ജീവിക്കാണ്ട് 60 വയസ്സായിട്ട് ഒന്നിച്ച് ജീവിക്കുക
അല്ലേ? അവക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്, അവൾക്ക് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര വാശി. അവക്ക് എത്ര ശമ്പളം വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, 50,000 1,00,000 ഞാൻ കൊടുക്കാം മാസത്തിൽ. എന്നാലും അവൾ ജോലിക്ക് പോകണം എനിക്ക് ഇഷ്ടം. ഞങ്ങളെ തറവാട്ടിൽ ഇന്ന് വരെ ആരും ജോലിക്ക് പോയില്ല. അതുകൊണ്ട് അവൾ ജോലിക്ക് പോകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. സാർ ഒന്ന് അത് അവളെ പറഞ്ഞ് മനസ്സിലാക്കണം. ന്യായമായ ആവശ്യമല്ലേ? അല്ലേ? അല്ലേ? സന്തോഷം. ഞാൻ പറഞ്ഞു ഇപ്പം ശരിയാക്കി തരാം. അവൻ അയാളെ മാറ്റി ഭാര്യനെ ഇങ്ങോട്ട് വിളിച്ച്. ഞാൻ വെച്ചാൽ എന്താ നിങ്ങളുടെ പ്രശ്നം? ചോദിക്കാൻ പാടില്ലല്ലോ അല്ലേ? അപ്പം ഞാൻ വെച്ചാൽ എന്താ ചെയ്യാറുണ്ട്? ഉടനെ ഭാര്യ അയാളെ അടുക്കളയെ കടന്ന് അരകിക്കാനല്ല, എൻ്റെ അച്ഛനും അമ്മ എന്നെ പഠിപ്പിച്ച്. ഞാൻ പഠിച്ച് പാസ്സായിട്ട് ഇപ്പം എനിക്ക് ജോലി കിട്ടിയിട്ട് അയാൾ ജോലിക്ക് പോകാൻ സമ്മതിക്കണില്ല. ജോലിക്ക് ആൾക്കാർ പോണ ദാരിദ്ര്യം കൊണ്ടൊന്നല്ല, അതൊരു അന്തസ്സാണ്. ഞാൻ പഠിച്ച് പാസ്സായി, എനിക്ക് ഛത്തീസ്ഗഡിൽ ബാങ്കിൽ ജോലി കിട്ടിയിട്ടുണ്ട്, എനിക്ക് ജോലിക്ക് പോകണം. അതെൻ്റെ ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. സാർ എൻ്റെ ഭർത്താവിനെ പറഞ്ഞതൊന്ന് മനസ്സിലാക്കണം. ഞാൻ എന്ത് ചെയ്യാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടിട്ട് അല്ലേ? അല്ല, നിങ്ങൾ പറയും ഇതിൽ ആര് പറയുന്നാ ശരി? ഇതിൽ ആര് പറയുന്നാ ശരി? നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത്? ആര് പറയുന്നാ ശരി? ഭാര്യ പറയുന്നതാണോ? ഇങ്ങനെ ചോദിച്ചാൽ ശരിയാവൂല. ഭാര്യ പറയുന്നതാണ് ശരി എന്ന അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈ പൊന്തിക്കോ. കൈ ധൈര്യമായിട്ട് പൊന്തിച്ചോളൂ. ഭാര്യ പറയുന്നതാണ് ശരി. ഇവരൊക്കെ ഭാര്യമാർ വന്നിട്ടുണ്ടാവും ഇവിടെ. പിന്നോട്ട് നോക്കിയിട്ടോ കൈ പൊന്തിക്കേണ്ട ആൾക്കാർ, അല്ലെങ്കിൽ വീട്ടിൽ പോയി നല്ലോണം കിട്ടിയേ അല്ലേ? ഓക്കെ, കൈ താത്തിക്കോളൂ. ഭർത്താവ് പറയുന്നതാണ് ശരി എന്ന അഭിപ്രായമുള്ള ആൾക്കാരൊക്കെ, അതിന് കുറേ ആൾക്കാരുണ്ടല്ലോ, പിള്ളേരൊക്കെ ഉണ്ടല്ലോ. കൈ താത്തിക്കോളൂ. ഞാനത് രണ്ടും പറഞ്ഞിട്ട് കൈ പൊന്തിക്കാത്ത ആൾക്കാരല്ലേ, ഇവരൊക്കെ ഒന്ന് ദയവായിട്ട് കൈ പൊക്കുവോ? വെറുതെ ആരൊക്കെയാന്ന് അറിയാൻ വേണ്ടിയിട്ടാ, വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാ. ഓക്കെ, ശരി. സാറിന്റെ അഭിപ്രായം എന്താ? അവിടെ നിന്ന് പറഞ്ഞാൽ മതി. ഒരുമാതിരി രാഷ്ട്രീയക്കാരന്മാരി പറയരുത്. രണ്ടാള് പറയുന്നത് ശരിയാണ്. ആപേക്ഷികാണ്. എന്താണ് ഇതിന്റെ ഒരു സൊല്യൂഷൻ? അത് പറയും. ഇതൊന്നും എനിക്ക് അറിയണ്ട. ഇതിന്റെ സൊല്യൂഷൻ എന്താ? ഇതിന്റെ ഒരു സൊല്യൂഷൻ എന്താണ്? ഇങ്ങനെ ഒരു കേസ് നിങ്ങളെ മുമ്പിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് എനിക്ക് അറിയേണ്ടത്. എന്ത് ചെയ്യും? ഡിവേഴ്സ് ചെയ്ത് പോയിക്കോളാൻ പറയല്ലേ, പിരിഞ്ഞ് പോയിക്കോളാൻ പറയാം. എന്ത് സ്വൈരക്കേടല്ലേ? ജസ്റ്റ് ഇങ്ങനെയാണ് നാട്ടില് കംപ്ലീറ്റ് ഡിവേഴ്സ് ആയി പോയല്ലോ. ഓക്കെ, വളരെ രസകരമാണ്. 5 മിനിറ്റ് കൊണ്ടാ നമ്മളത് പരിഹരിച്ച്. എങ്ങനെ പരിഹരിച്ചെന്ന് പറയട്ടെ? കേൾക്കാൻ റെഡിയാണോ? 5 മണിക്ക് പറയും. 5 മണിക്ക് പറയാം. ഓക്കെ, അതുവരെ ഇപ്പോൾ അവിടെ ഇരിക്കണല്ലോ. ഓക്കെ, സസ്പെൻസ്. ഓക്കെ, ഇപ്പൊ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഒരു ശരിയും ഒരു തെറ്റും തമ്മിലല്ല, പിന്നെയോ 2 ശരി തമ്മിലാണ്. ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാല് 9 ശരി ഉണ്ട് എന്നാ ഞങ്ങൾ പറയാം. 9 തരത്തിലുള്ള വ്യക്തിത്വങ്ങളുണ്ട് ലോകത്ത്. ഓരോ വ്യക്തിത്വങ്ങൾക്ക് ഓരോ പ്രയോറിറ്റിയാണ്, ഓരോ രീതിയാണ്. 9 ഭാഷ ഉണ്ട് ലോകത്ത്. ഈ 9 ഭാഷ അറിയാത്തോണ്ടാണ് കുടുംബത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ആ 9 ഭാഷ പഠിച്ചാലേ മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ 9 വ്യക്തിത്വങ്ങളുള്ളത്. അതിനെ എനിയേഗ്രാം എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. 9 തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലേ? ഫാമിലിയിൽ എങ്ങനെയൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്? ഫാമിലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഏറ്റവും കൂടുതൽ ഭാര്യയും ഭർത്താവും കൂടി അടിപിടിയായി വന്നാൽ ഭർത്താവ് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഭാര്യ എന്നെ മനസ്സിലാക്കണില്ല. ഭാര്യയോട് വെച്ചാലോ, ഭാര്യ വരെ ഭർത്താവിനെ കല്യാണം കഴിഞ്ഞിട്ട് 20 കൊല്ലായി, ഇതുവരെ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യനെ മനസ്സിലായില്ല. കാരണം എന്താ? രണ്ടാള് പറയണ 2 ഭാഷയാണ്, അല്ലേ? ഇപ്പൊ ഓരോ ആൾക്കാർക്ക് ഓരോ പ്രയോറിറ്റി ഉണ്ട്. ഇപ്പൊ എനിയേഗ്രാം അനുസരിച്ച് ഞാൻ 1 എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റിയാണ്, വളരെ പെർഫെക്ഷനിസ്റ്റ് ആണ്. എൻ്റെ ഭാര്യ 2 എന്ന് പറയുന്നൊരു പേഴ്സണാലിറ്റിയാണ്. ഈ 2ന്റെ ഒരു പ്രത്യേകത, ഒരുപാട് അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊരിക്കലും തുറന്ന് പറയില്ല എനിക്ക് ഇന്ന് വേണമെന്നുള്ളത്. അങ്ങനത്തെ ഒരു ഭാര്യയാണ്, അങ്ങനത്തെ ഒരാളാണ് ഈ 2 എന്ന് പറയണല്ലേ ഇതിലെ. അതുകൊണ്ട് തന്നെ ഭാര്യമാരൊക്കെ ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ കൊണ്ട കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ തിരിഞ്ഞു കളിക്കും. എന്തിനാ തിരിഞ്ഞു കളിക്കണത്? ചായ കൊടുത്തങ്ങ് പോയാൽ പോരെ, എന്തിനാ തിരിഞ്ഞു കളിക്കണത്?
ചായ നന്നായി എന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഭർത്താക്കന്മാരാണ് ജന്മം അത് പറയില്ല. പറയില്ല എന്ന് മാത്രമല്ല, എന്തും കൂടി പറയും. കഴിഞ്ഞ ആഴ്ച രാജേഷിന്റെ വീട്ടിൽ നിന്നൊരു ചായ കുടിച്ചിരുന്നു. രാജേഷിന്റെ ഭാര്യന്റെ ചായ എന്ത് നല്ല ചായയാന്ന് പറയുകയും ചെയ്യും അല്ലേ. ഇത് കഴിഞ്ഞ് അടുത്ത ആഴ്ച നമ്മൾ ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുമ്പോൾ ഭാര്യയെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരോ എന്ന് പറയുമ്പോൾ ഭാര്യ എന്ത് പറയും? രാജേഷിന്റെ ഭാര്യയോട് ചോദിക്കാൻ പറയൂലേ. ജസ്റ്റ് ഇതെല്ലാ വീട്ടിലും അങ്ങനെ തന്നെയല്ലേ. ഞാൻ വിചാരിച്ച എൻ്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരൊരു അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ എൻ്റെ ഭാര്യനെയും കൂട്ടി പർച്ചേസിന് പോകും, സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഞാൻ ഭാര്യനോട് കെടി ഒരു ചുരിദാർ വാങ്ങിയാലോ? അപ്പൊ ഭാര്യ പറയും, വീട്ടിൽ എത്ര ചുരിദാറുണ്ട്, എന്തിനാ അത്രയൊക്കെ? എന്നാ പിന്നെ ഒരു സാരി ആയിക്കോട്ടെ. ഇന്നലെ ചേച്ചീൻ്റെ വീട്ടിൽ പോയവരോട് സാരിയാണ് കിട്ടിയത്, സാരി വേണ്ട. അങ്ങനെ ബാക്കി എല്ലാവർക്കും തുണിയൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിൽ വരും. പിറ്റേന്ന് രാവിലെ ഞാനും ഭാര്യയും കൂടി സാധാരണ ഉണ്ടാവുന്ന മാതിരി ഒരു അടി അങ്ങോട്ട് ഉണ്ടാവും. ആ അടി ഉണ്ടാവുക ഭാര്യ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്താ ചോദിക്കുക? ഇന്നലെ പർച്ചേസിന് പോയിട്ട് ഒരു ടവലിന്റെ കഷ്ണം നിങ്ങൾ വാങ്ങി തന്നോ മനുഷ്യന്നാ. ഞാൻ ചോദിക്കാം, അല്ലടി നിന്നോട് 100 പ്രാവശ്യം ചോദിച്ചില്ലേ വേണോന്ന്? നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ? നിങ്ങൾ വാങ്ങി തരണ്ടേ? നിങ്ങൾ എന്താ എൻ്റെ ഭർത്താവല്ലേ? നിങ്ങൾ വാങ്ങി തന്ന ഞാനെന്താ ഉടുക്കിയില്ലേ? ഇതാ ചോദ്യം. അന്നാണ് എനിക്ക് എന്ത് മനസ്സിലായത്? കുട്ടികളെ സമയം കഴിഞ്ഞു തോന്നുന്നല്ലേ. ബൈ ബൈ. ഇവിടെയും ബൈ. ഇവിടെ തന്നെയല്ലേ പോണ്? അതിലെ വഴിയുണ്ടോ? അതിലെ വഴിയുണ്ട് അല്ലേ. ബൈ. അപ്പൊ പറഞ്ഞു നിർത്തി എവിടെയാ നടന്ന്? ടവലിന്റെ കഷ്ണം കറക്റ്റ് ഓർമ്മ ഉണ്ട്. ഒരു ടവലിന്റെ കഷ്ണം നിങ്ങളെങ്കിൽ വാങ്ങി തന്നോന്നാ. അന്നാണ് എനിക്ക് എന്ത് മനസ്സിലായത്? എൻ്റെ ഭാര്യ എന്തെങ്കിലും ഒരു സാധനം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേണമെന്ന ഉടനെ വാങ്ങി കൊടുത്തേക്കണം. അതൊരു പേഴ്സണാലിറ്റിയാണ്. ഇങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ സ്വഭാവമുണ്ട് അല്ലേ, ഓരോ രീതികളുണ്ട്. അതിനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത്. ഒരു ചെറിയ സംഭവം കൂടി പറഞ്ഞിട്ട് ബ്രേക്ക് എടുക്കാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇതിന്റെ പരിഹാരം? എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? സത്യത്തിൽ ഒരു രഹസ്യം പറയട്ടെ. കേൾക്കാൻ റെഡിയാണോ? മൈക്ക് വെച്ച് രഹസ്യം പറയുന്ന കേരളത്തിലെ ഒരേ ഒരാൾ അത് ഞാനാ. എന്നെ സംബന്ധിച്ച് ഇനി പറയുന്ന രഹസ്യമാണ്. 2 ഭാര്യയുണ്ട്. ഒന്ന് ഞാൻ കല്യാണം കഴിച്ച എല്ലാവരും അറിയുന്ന എൻ്റെ ശരിക്കുള്ള ഭാര്യ. മറ്റത് എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ. നിങ്ങൾ ശരിക്കും തെറ്റിദ്ധരിച്ച്. ആ നോട്ടം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായതാ. ജുബ്ബയിട്ട് വന്നേക്കാ 2 കല്യാണവും കഴിച്ച് ക്ലാസ് എടുക്കാൻ വേണ്ടിയില്ലേ. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു. അപ്പൊ ഏതൊക്കെയാ ഭാര്യ? ശരിക്കുള്ള ഭാര്യയും സങ്കല്പത്തിലെ ഭാര്യയും അല്ലേ. ഞാനൊരു ദിവസം 10 പ്രാവശ്യം എന്ത് ചെയ്യും? എൻ്റെ ശരിക്കുള്ള ഭാര്യനെയും സങ്കല്പത്തിലെ ഭാര്യനെയും കൂടി കമ്പയർ ചെയ്യും. അപ്പൊ എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ എങ്ങനെയായിരുന്നു? അതെങ്ങനെ നിങ്ങൾക്ക് അറിയാം? എനിക്കല്ല അറിയൂ. മിനിമം കാര്യങ്ങൾ. ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കണം. എന്നിട്ട് കുളിച്ച് ഒരു കേരള സാരി കൊടുത്ത് മുടിയുടെ തുമ്പത്ത് വേണമെങ്കിൽ ഒരു തുളസിക്കതിരൊക്കെ വെച്ച് ഒരു ചായ ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ആര്യപുത്ര എന്ന് വിളിച്ചെങ്കിൽ ചായ തരണം. ഇതാണ് എൻ്റെ സങ്കല്പത്തിലെ ഭാര്യ. ഞാൻ കല്യാണം കഴിച്ചപ്പോഴാണ് മനസ്സിലായത്. ഞാൻ രാവിലെ എണീക്ക് 7 മണിക്കാണ്. ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഉണ്ടാവും അപ്പുറത്ത് ഏഷ്യാഡിന് ഓടാൻ നിൽക്കണ മാതിരി ഇങ്ങനെ കമന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ച കല്യാണം കഴിഞ്ഞ ഉടനെയല്ലേ നേരെയാവുമായിരിക്കുന്ന. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ മണിക്കൂർ അങ്ങോട്ട് പോകാന്നല്ലാതെ ഇങ്ങോട്ട് വരുന്ന പരിപാടിയില്ല. ഒരു ദിവസം ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു, എടി ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല. എൻ്റെ സങ്കല്പത്തിലൊരു ഭാര്യ ഉണ്ടായിരുന്നു, നീ അതുപോലെ ആവണം. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പം അവൾ എന്നോട് പറയല്ലേ, കേട്ടാ സഹിക്കില്ല. അവൾ എന്നോട് പറയാ, അവളെ സങ്കല്പത്തിലുണ്ടായിരുന്നു അല്ലേ ഒരു ഭർത്താവ്. അതെങ്ങനെയാ? അവളെ എഴുന്നേൽക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് കുളിച്ച് അടുക്കളയിൽ പോയി കാപ്പി ഉണ്ടാക്കി ഇവളെ എടുത്ത് വന്ന് ആര്യപുത്രി എന്ന് വിളിച്ച് കാപ്പി കൊടുക്കുന്ന ഭർത്താവിനെയാണ് അവൾ സങ്കല്പത്തിൽ കണ്ടത്. ഞങ്ങൾ തമ്മിൽ നേരെ പോവോ? ഒരിക്കലും പോവില്ല. ഇതിലേതെങ്കിലും ഒരു ഭാര്യയെ ഞാൻ കൊല്ലണം. ആരെ കൊല്ലാൻ എളുപ്പം?
സ്വന്തം ഭാര്യനെ കൊല്ലാനാണോ സങ്കല്പത്തിലെ ഭാര്യനെ കൊല്ലാനാണോ? അത് നിങ്ങൾ വെറുതെ വിചാരിക്കുക. സങ്കല്പത്തിലെ ഭാര്യനെ നമുക്ക് കൊല്ലാൻ പറ്റൂല. കാരണം സങ്കല്പത്തിലെ ഭാര്യ നമ്മൾ സൃഷ്ടിച്ചതാ. നമ്മൾ സൃഷ്ടിച്ചൊരു സാധനത്തെ ഒരിക്കലും നമുക്ക് കൊല്ലാൻ പറ്റില്ല. പിന്നെ ആരെ കൊല്ലാൻ എളുപ്പം? സ്വന്തം ഭാര്യനെ അങ്ങോട്ട് തട്ടിക്കളയണം. ഇതിനാണ് എന്ത് പറയാ? ഡിവേഴ്സ് എന്ന് പറയാ. ഒരു സൊല്യൂഷനും കൂടി ഇല്ലേ? എന്താ സൊല്യൂഷൻ? ഈ സ്വന്തം ഭാര്യയെ സങ്കല്പത്തിലെ ഭാര്യയാക്കി മാറ്റിക്കൂടെ? അതാണ് നമ്മളെ സ്കില്ല്. അതൊരു വലിയ സ്കില്ല. എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ സങ്കല്പത്തിലെ ഭാര്യയുടെ 30% സ്വന്തം ഭാര്യ വന്നു വിചാരിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാൻ നമ്മളാണ്. ആ 30% കെയർ ചെയ്യാനും അതിനെ സ്നേഹിക്കാനൊക്കെ തുടങ്ങിയാൽ 5 കൊല്ലം കൊണ്ട് നമ്മളെ ശരിക്കുള്ള ഭാര്യനെ സങ്കല്പത്തിലെ ഭാര്യയാക്കി മാറ്റാൻ നമുക്ക് പറ്റും. അത് നമ്മളെ സ്കില്ല. ഇതേപോലെ നിങ്ങളെ സങ്കല്പത്തിലെ മോനുണ്ട്, ശരിക്കുള്ള മോനുണ്ട്. സങ്കല്പത്തിലെ അച്ഛനുണ്ട്, ശരിക്കുള്ള അച്ഛനുണ്ട്. സങ്കല്പത്തിലെ ബോസ് ഉണ്ട്, ശരിക്കുള്ള ബോസ് ഉണ്ട്. സങ്കല്പത്തിലെ കുട്ടികളുണ്ട്, ശരിക്കുള്ള കുട്ടികളുണ്ട്. നമ്മൾ ലോകത്തുള്ള സകല സാധനത്തെ എങ്ങനെ കമ്പയർ ചെയ്യും? സങ്കല്പത്തിലെ വസ്തുവായിട്ട്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. നിങ്ങളെ സങ്കല്പത്തിലെ വസ്തുക്കളൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചതാണ്, അല്ലേ? ഇതാണ് ഈ ലോകത്തുള്ള മുഴുവൻ പ്രശ്നങ്ങളെയും കാരണം. സൈക്കോളജിയിൽ ഒറ്റവാക്കിൽ പറയുന്നത് CP എന്ന കമ്പാരിറ്റീവ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. ഒരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട്. ഈ സങ്കല്പത്തിലെ ഭാര്യയെ, നിങ്ങളെ സ്വന്തം ഭാര്യയെ നിങ്ങളെ സങ്കല്പത്തിലെ ഭാര്യയാക്കി മാറ്റാൻ പഠിപ്പിച്ചു തരട്ടെ. ഒരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട്. നിങ്ങളെ സ്വന്തം മോനെ നിങ്ങളെ സങ്കല്പത്തിലെ മോനാക്കി മാറ്റാൻ ഒരു സൂപ്പർ ടെക്നിക്ക് ഉണ്ട്. നിങ്ങളെ ഭർത്താവിനെ നിങ്ങളെ സങ്കല്പത്തിലെ ഭർത്താവാക്കി മാറ്റാൻ. ടെക്നിക്ക് പഠിക്കണോ? പഠിപ്പിച്ചു തരട്ടെ എല്ലാവരെയും. സമ്മതാണോ പഠിക്കാൻ വേണ്ടിയിട്ട്? ആണോ? സമ്മതാണോ? അങ്ങനെയാണെങ്കിൽ നന്നായിട്ടൊന്ന് കൈയടിച്ച് എല്ലാവരോടും പറയൂ, സമ്മതം പറയും. അത് വലിയ സമ്മതമൊന്നും അല്ല. അപ്പൊ പിന്നെ പഠിപ്പിക്കില്ല. ഒന്നുകൂടി നന്നായിട്ട് ക്ലാപ്പ് ചെയ്യും. ശരി, അപ്പൊ അതൊരു സൂപ്പർ ടെക്നിക്കാണ്. ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, അതിന് ശേഷം പഠിപ്പിച്ചിരും. അല്ലേ? റെഡി അല്ലേ? ബ്രേക്ക് ആയില്ലേ? ഓക്കെ. ഇപ്പൊ ബ്രേക്കിന് ശേഷം എങ്ങനെയാണ് നമ്മളെ ശരിക്കുള്ള മോനെ സങ്കല്പത്തിലെ മോനും ഒന്നാക്കേണ്ടത്? നിങ്ങളെ ഭാര്യനെ ഒരു ഐശ്വര്യ റായി ഒക്കെ ആക്കി മാറ്റുന്ന ആഗ്രഹമല്ലേ? അതൊക്കെ ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ 3 പ്രശ്നങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, അമ്മയും കുട്ടികളും തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അത് ഞാനൊരു കഥ പറഞ്ഞു. ആരെ കഥ പറഞ്ഞു? കുരങ്ങന്റെ കഥ പറഞ്ഞു, അല്ലേ? അത് നമ്മൾ കണ്ടെത്തിയത് കുരുവിയും കുരങ്ങനും അല്ല പ്രശ്നം, കുരുവി കുരങ്ങനോട് ഇടപെടുന്ന രീതിയാണ്. കാരണം കുരുവിക്ക് എന്ത് ചെയ്യായിരുന്നു? കുരങ്ങന്മാർ ഊതി കത്തിക്കുമ്പോൾ കുരങ്ങൻ്റെ അടുത്ത് പോയി ചോദിക്കും, നിങ്ങൾ എന്താ ചെയ്യണത്? അപ്പോൾ അത് തീ ഉണ്ടാക്കുക. ഞാനും കൂടി കൂടിക്കോട്ടെ, നീ കൂടിക്കോ. കുറച്ച് നേരം ഊതി നോക്കുക, ഇപ്പൊ കത്തില്ല. അപ്പൊ ചോദിക്കുക, എന്തുകൊണ്ട് നമ്മൾ കുറെ നേരമല്ലേ ഊതിനെ, കത്തണില്ലല്ലോ? അപ്പൊ മനസ്സിലായി എന്താ കത്താത്തതെന്ന്. പറഞ്ഞു, ഇത് തീയല്ലേ? അങ്ങനെ ഒരു ചർച്ചയ്ക്ക് ക്ഷണിച്ച് അപ്പൊ കുരങ്ങന്മാർക്ക് മനസ്സിലാവും ഇത് കത്തൂലാന്ന്. അപ്പൊ ആരൊക്കെ രക്ഷപ്പെട്ടു? കുരങ്ങൻ രക്ഷപ്പെട്ടു, കുരുവി രക്ഷപ്പെട്ടു, ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ടാരാ? മിന്നാമിനുങ്ങ് രക്ഷപ്പെട്ടു. 3 പേര് രക്ഷപ്പെട്ടു. അവിടെ കുരുവിന്റെ ഇടപെടലുകളാണേ. അപ്പൊ നമ്മൾ ഒന്ന് ഇടപെടൽ നേരെയാക്കിയാൽ മതി. രണ്ടാമത്തെ കേസ് നമ്മളെടുത്ത് എന്താ? കുട്ടിക്കാലത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ തലച്ചോറിൽ നിന്നിട്ടാണ് നമ്മളെ വ്യക്തിത്വം ഉണ്ടാവുന്നതല്ലേ? ഓക്കെ, അതും അവിടെ നിൽക്കട്ടെ. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സങ്കല്പത്തിലെ ഭാര്യയെ കുറിച്ചാണ്. 2 ഭാര്യയുണ്ട്, 2 ഭർത്താവുണ്ട്. ആരൊക്കെയാ? സങ്കല്പത്തിലും ശരിക്കും. നമ്മൾ എപ്പോഴും അതിനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ഈ 3 കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു? അത്രയല്ലേ പറഞ്ഞുള്ളൂ? അത്രേ പറഞ്ഞുള്ളൂ. ഇത് 3 പ്രശ്നങ്ങളാണ്. വ്യക്തിപരമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, കുട്ടികളായിട്ട് അടുത്ത തലമുറയായിട്ടുണ്ടാവുന്ന കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം, 3 ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ ഞാനൊരു കഥയൊക്കെ പറഞ്ഞു, ഗുരുവായൂർ എന്ന കേസൊക്കെ പറഞ്ഞില്ലേ? 2 ശരി തമ്മിലാ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന തീർച്ചയായിട്ടും. ഇനി ഇതിന് 3നും കൂടി ഉള്ളൊരു സൊല്യൂഷനാണ്. ഒരൊറ്റ സൊല്യൂഷൻ, ചെറിയൊരു സൊല്യൂഷൻ. ഇത് പറഞ്ഞിട്ട് നമ്മളൊന്ന് അവസാനിപ്പിക്കും. ആ സൊല്യൂഷൻ ഇത്രയേ ഉള്ളൂ. നാവിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കും, നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കും. ഇതാണ് അതിന്റെ സൊല്യൂഷൻ. ചെറിയൊരു കഥ പറഞ്ഞിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ഒരു ഭാര്യയും ഭർത്താവും. നിങ്ങൾ കൂടെ ഉണ്ടോ? എപ്പോഴും ഉണ്ട്. ഭർത്താവ്
ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഞാൻ ചോദ്യം ചോദിക്കും, അതുകൊണ്ട് ഓർമ്മിച്ച് വെക്കണം. ഭർത്താവിന് എന്താ ജോലി? ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. 5 മണിക്ക് ബാങ്ക് വിടും, 6 മണിക്ക് ഇയാള് തിരിച്ച് വീട്ടിലെത്തും. എത്ര മണിക്കാണ് ബാങ്ക് വിടുക? 5 മണിക്ക്. എത്ര മണിക്കാണ് വീട്ടിലെത്തുക? കറക്റ്റ് 6 മണി. സ്ഥിരമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം 6 മണിക്ക് ഭർത്താവിനെ കാണാനില്ല. മൊബൈൽ ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ ഫോണ് സ്വിച്ച് ഓഫാണ്. 6:30 കാണാനില്ല. 7 മണിയായി ഭർത്താവിനെ കാണാനില്ല. രാവിലെ സ്കൂട്ടർ എടുത്താണ് പോയത്. സ്വാഭാവികമായിട്ടും ഭാര്യ എന്ത് ചിന്തിക്കും? വല്ല അപകടവും സംഭവിച്ചോ ചിന്തിക്കാൻ തുടങ്ങി. സമാധാനമല്ല, സ്വസ്ഥതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പൊ പിള്ളേര് പോയിട്ട് എന്തോ ചോദിച്ചാൽ പോയി ഇരിക്കണം അവിടെ എന്ന് പറയുന്നുണ്ട്. വിഷമാണ് ഉള്ളിൽ. അങ്ങനെ ചിന്തിക്കാൻ വല്ല അപകടവും പറ്റിയോ, മനസമാധാനമല്ല, സ്വസ്ഥത അല്ലാണ്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ 7:30 കോളിംഗ് ബെല്ല് കേട്ട് ഭാര്യ പോയി നോക്കിയപ്പോൾ ഭർത്താവുണ്ട്. ഒരു കവറിൻ്റെ അകത്ത് കുറച്ച് മത്സ്യമൊക്കെ വാങ്ങി ഏതാണ്ട് മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട മാതിരി വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഈ ഭർത്താവിനെ കാണുമ്പം ഭാര്യയുടെ ഫസ്റ്റ് ഡയലോഗ് എന്തായിരിക്കും? ദേഷ്യത്തോടെ എന്ത് ചോദിക്കും? എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? അനുഭവസ്ഥർ പറഞ്ഞാൽ പിന്നെ നമ്മള് അത് കേക്ക് വഴിയുള്ളൂ. എന്താ ചോദിക്കണത്? എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? ഫീലിംഗ് എന്താ? ഫീലിംഗ് ദേഷ്യല്ലേ? നമ്മൾ ഇത്രയും മനസ്സിലാക്കണ്ടോ? നമ്മൾ ഏത് വികാരത്തിലാണോ ഒരാളോട് ചോദ്യം ചോദിക്കുന്നത്, അതേ വികാരത്തിലെ ഉത്തരം പ്രതീക്ഷിക്കാവും. നിങ്ങൾ ദേഷ്യത്തോടു കൂടി ഒരാളോട് ചോദ്യം ചോദിച്ചിട്ട് അയാൾ മനസമാധാനത്തിൽ ഉത്തരം പറയണമെങ്കിൽ അയാൾക്ക് വട്ടയക്കണം. ഈ മനസമാധാനം ഉത്തരം പറയുന്ന ആൾക്ക് ഏത് വികാരത്തിലാണോ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ കുട്ടികൾ മനസമാധാനത്തിൽ നമ്മളോട് സംസാരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? സമാധാനപരമായിട്ട് ചോദ്യം ചോദിക്കണം. നമ്മൾ ദേഷ്യത്തോടുകൂടി ചോദിച്ച കുട്ടികൾ എന്ത് പറയും? ദേഷ്യത്തോടുകൂടി ഉത്തരം പറയും. അത് ലോക നിയമമാണ്. ഏത് വികാരത്തിലാണോ ചോദ്യം ചോദിക്കുന്നത് അതേ വികാരത്തിലെ ഉത്തരം കിട്ടും അല്ലേ? സ്കൂള് വിട്ട് ഓടി വീട്ടിലേക്ക് ഇരുന്ന മോനോട് അച്ഛനൊരൊറ്റ ചോദ്യം, എന്ത് എവിടെയാണ് നിന്റെ പ്രോഗ്രസ് കാർഡ്? ഒരൊറ്റ ചോദ്യാ. മോൻ എന്താ പറഞ്ഞത്? പോയി പണി നോക്കടാ എന്ന് പറഞ്ഞു അച്ഛനോടെ. അത് അയാൾ ചോദിച്ചു വാങ്ങിയതല്ലേ അല്ലേ? വല്ല കാര്യമുണ്ടോ ഇതിന്റെ? മോനെ ഭക്ഷണം കഴിച്ചോ, സുഖമായോ, യാത്രയൊക്കെ, പ്രോഗ്രസ് കാർഡ് കിട്ടിയോ എന്ന് ചോദിച്ചാലോ ബാഗിലുണ്ട് അച്ഛ, എടുത്തു തരാന്ന് പറയില്ലേ? ഇത്രയേ ഉള്ളൂ. ഏത് വികാരത്തിലാണോ ചോദ്യം ചോദിക്കുന്നത്? അപ്പൊ ഇയാളെ ഭാര്യ ചോദിച്ചത് ദേഷ്യത്തോടുകൂടി എന്താ ചോദിച്ചത്? എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ ഇത്രയും നേരം? ഉത്തരം ഏത് വികാരത്തിലാ? ദേഷ്യത്തോട്. ദേഷ്യത്തോട് എന്താ പറയാ? സത്യത്തിൽ എന്തുകൊണ്ടാ ഭർത്താവ് നേരം വൈകിയേ? രാവിലെ പോകുമ്പോ എന്ത് പറഞ്ഞിട്ടുണ്ട് ഭാര്യനോട്? അടുത്ത ആഴ്ച കസിന്റെ മോളെ കല്യാണമാണ്, അതിന് പോണെന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ എന്ത് പറഞ്ഞു? കല്യാണത്തിന് പോണ എന്ത് വേണം? എന്ത് വേണം? സാരിയൊന്നുമല്ല, പിന്നെയോ സ്വർണ്ണോ നെക്ലേസ് ഒന്നുമല്ല. എന്ത് വേണമെന്നാ പറഞ്ഞത്? ഒന്നുമല്ല, ഈ നഖത്തിന്റെ മുകളിൽ പിടിപ്പിക്കുന്ന നഖമുണ്ട് പോ, ആർട്ടിഫിഷ്യൽ നെയില്, അത് വേണമെന്നാ ഭാര്യ പറഞ്ഞത്. അല്ല, ഭാര്യ പറഞ്ഞാലും ന്യായമുണ്ട്. ഈ കുയിനാൻ കുത്തിയ വിരലായിട്ട് എത്ര കല്യാണത്തിന് പോവല്ല. ഇപ്പൊ ആൾക്കാരൊക്കെ നഖത്തിന് എന്താന്ന് വെച്ചിട്ട് കല്യാണത്തിനേ പോവില്ല. അപ്പോഴാണ് ഗൃഹലക്ഷ്മിയിൽ എന്ത് കണ്ടത്? ആർട്ടിഫിഷ്യൽ നെയില് 10 ഉറുപ്പ്യുള്ളൂ, 10 എണ്ണം കിട്ടും, നഖവും കിട്ടും, പശയും കിട്ടും. അത് ഒട്ടിച്ച് പോയാൽ നല്ല ഭംഗിയാണ്. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കലുണ്ട്. ഓക്ക് കുയിനൊക്കൊന്നുമില്ല, ഞാൻ വെറുതെ വാങ്ങിക്കൊടുക്കലാം. അങ്ങനെ ഭാര്യ പറഞ്ഞ് ഈ നഖം വാങ്ങി തന്നാല് കല്യാണത്തിന് പോവാൻ. അങ്ങനെ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, ഇയാൾക്ക് ഫാൻസി പോയി ചോദിക്കാൻ പറ്റുമോ നഖം ഉണ്ടോ ഇവിടെ എന്ന് ചോദിക്കാൻ പറ്റുമോ? ഒരു മാനേജറല്ലേ. അങ്ങനെ അയാൾ ആരുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി നഖം അന്വേഷിച്ച് പിടിച്ച് നഖം വാങ്ങി വീട്ടിലേക്ക് വരിക. മനസ്സിലെ സ്വപ്നം എന്താ? മനസ്സിൽ കാണുന്നത് എന്താ? ഞാൻ വീട്ടിലേക്ക് വരുന്നു, നഖം കൊടുക്കുന്നു, ഭാര്യയ്ക്ക് സന്തോഷം വന്ന് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു എന്നൊക്കെ വിചാരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ച് ഡോറ് തുറന്നെ ഭാര്യ എവിടെ പോയി കിടക്കുകയായിരുന്നു മനുഷ്യ ഇത്രയും നേരം? സ്വാഭാവികമായിട്ട് ഭർത്താവിന് ഉത്തരം എന്തായിരിക്കും? എന്തായിരിക്കും? ദേഷ്യം വരും. എന്ത് പറയും? നിന്നോട് പറയാൻ മനസ്സില്ല എന്നറിയാം. ഇത്രയും നേരം കാണാണ്ട് വിഷമിച്ച് കിടന്നിട്ട് ചോദിക്കുക എവിടെ പോയി എന്ന് ചോദിച്ചാൽ നിന്നോട് പറയാൻ മനസ്സില്ല. അത് പിന്നെ ഇയാൾക്ക് ആരോട് പറയാനാ മനസ്സുള്ളത് അല്ലേ? ഇപ്പൊ ഭാര്യ എന്ത് ചോദിക്കും? പിന്നെ നിങ്ങൾക്ക്
ആ ഭർത്താവല്ല വെച്ച് നിന്നോട് പറയാൻ മനസ്സിലാന്ന്. അപ്പൊ ഭാര്യയ്ക്ക് പിന്നെ നിങ്ങൾക്ക് ആരോട് പറയാനാ മനസ്സ് എന്ന് വെച്ചാൽ ഒറ്റ ദേഷ്യപ്പെടല. അപ്പൊ ഭർത്താവിന് എന്നിട്ട് ഭാര്യ എന്ത് ചെയ്യും? കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേന്ന് മുതൽക്കുള്ള ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറയാൻ തുടങ്ങും. ഇത് ഭാര്യമാരുടെ ഒരു കുഴപ്പമാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും എണ്ണാൻ തുടങ്ങും. കല്യാണം കഴിഞ്ഞ അതിന് ഭയങ്കര ഓർമ്മയാണ്. ഈ ഓർമ്മ PSCക്ക് ഉണ്ട് എന്നോ ജോലി കിട്ടിപ്പോവും. അതിന് ഈ ഓർമ്മ ഉണ്ടാവില്ല. ഇതിനെങ്ങനെ എണ്ണി എണ്ണി പറയാൻ തുടങ്ങും. ഇത് കേൾക്കുമ്പോൾ ഭർത്താക്കന്മാരെ പെരുവരിലെ മുകളിൽ നിന്ന് ഒരു സാധനം തലച്ചോറിലേക്ക് വരുന്ന പറയണം, എനിക്കറിയില്ല. ഇങ്ങനെ ദേഷ്യം ഇങ്ങോട്ട് വരും. അപ്പൊ ഭർത്താവ് എന്ത് പറയും? ഞാനും എൻ്റെ അമ്മയും കൂടി എത്ര മനസമാധാനം ജീവിച്ച വീടാ, നീ എന്നാണോ ഇവിടെ കാല് കുത്തിയത് അന്ന് തുടങ്ങിയതാണ് ഗതികേട് എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് സങ്കടാവൂലേ? അപ്പൊ ഭാര്യ എന്ത് ചെയ്യും? നെഞ്ഞത്ത് 2 അടി കടിച്ചിട്ട് ഒറ്റ പറയല, ഈശ്വര എത്ര നല്ല ആലോചന വന്നതാ, കണ്ടക്ടർ, എഞ്ചിനീയർ, മാഷ്, ഈ പണ്ടാരക്കാലിന്റെ കൂടെയാണല്ലോ ഭഗവാനെ പോവാൻ തോന്നിയതാണ്ട് ഒറ്റ കരച്ചില. ഇത് കേൾക്കുമ്പോൾ ഭർത്താവിന് ദേഷ്യം പിടിക്കല്ലേ? അപ്പൊ ഭർത്താവ് എന്ത് പറയും? ഇതിനൊന്നും നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിന്റെ അർത്ഥം എന്താ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാല് കാരണന്മാരെ കയറി പറഞ്ഞല്ലേ? ഭാര്യനെ എത്ര പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കേട്ടിരുന്നോളൂ. പക്ഷെ കാരണന്മാരെ കയറി പറഞ്ഞാലോ പിന്നെ വകുപ്പ് വേറെയാ. ഭാര്യമാരെ സംബന്ധിച്ച് 2 ആൾക്കാരെ നല്ലേ ഉള്ളൂ. അതാരൊക്കെയാ? സ്വന്തം അച്ഛനും ആങ്ങളെ എന്നാ പറയേണ്ടത്. പക്ഷെ ഞാൻ കഴിഞ്ഞ മലപ്പുറത്ത് ഇതുപോലെ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വരിക, ഭാര്യമാരെ സംബന്ധിച്ച് 2 ആൾക്കാരെ നല്ലേ ഉള്ളൂ. സ്വന്തം അച്ഛനും എന്ന് പറയുമ്പോഴേക്ക് ഒരാൾ ചാടി എണീറ്റ് അനിയത്തിന്റെ ഭർത്താവെന്ന്. അയാളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായത് ഈ അനിയത്തിന്റെ ഭർത്താവിനെ കൊണ്ടാ. ഭാര്യ എന്തുണ്ടെങ്കിലും അയാൾ അനിയത്തിന്റെ ഭർത്താവിനെ കണ്ടോ, അനിയത്തിന്റെ ഭർത്താവിനെ കണ്ടോ, അനിയത്തിന്റെ ഭർത്താവിനെ കണ്ടോന്നാ. അയാളെ ആജന്മ ശത്രുവാണ് ആര്? ഈ അനിയത്തിന്റെ ഭർത്താവ്. അറിയാണ്ട് പറഞ്ഞതാ പാവം. അതിനുശേഷം നമ്മൾ 3 ആൾക്കാരെ പറയാറുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച്, ഭാര്യമാരെ സംബന്ധിച്ച് ആകെ 3 ആൾക്കാരെ നല്ലല്ലോ. ആരൊക്കെയാ? സ്വന്തം അച്ഛനും ആങ്ങളെയും അനിയത്തിന്റെ ഭർത്താവും. ഈ 3 ആൾക്കാർ അല്ലേ? അതോടുകൂടി അടിപിടി, ബഹളം, കച്ചറയൊക്കെ ഉണ്ടായി. ചോദ്യതാണ്, ഭർത്താവിനെ കാണാണ്ടായപ്പം ഭാര്യ സത്യത്തിൽ എന്താ വിചാരിച്ചത്? അപകടം പറ്റിയെന്നല്ലേ? ഈ അപകടം പറ്റി എന്ന് വിചാരിച്ച ഭർത്താവല്ലേ ഒരപകടവും പറ്റാതെ ജീവനോടുകൂടി വീടിന്റെ മുമ്പിൽ നിൽക്കുന്നത് അല്ലേ? ഇപ്പൊ സത്യത്തിൽ ഭാര്യ പ്രകടിപ്പിക്കേണ്ട വികാരം എന്താ? സന്തോഷല്ലേ? പറയുന്ന ഡയലോഗ് എന്താ? ആവൂ നിങ്ങൾ വന്നല്ലോ, ഞാൻ വിചാരിച്ചത് വല്ല പാണ്ടിലോറിന്റെ അടി പെട്ടുപോയി എന്നാണ്. ഓ അത് വേണ്ട, സംഭവം അതാണെങ്കിലും അത് പറയാൻ ശരിയില്ലല്ലേ? അത്ര വേണ്ട. ആവൂ നിങ്ങൾ വന്നല്ലോ, ഞാനാകെ മതി, ഞാനാകെ പേടിച്ചു പോയി. എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചാല് നിന്നോട് പറയാൻ സൗകര്യമില്ല എന്ന് പറയോ? അല്ലെ? എന്തേ പറയൂ? എടി നഖം വാങ്ങാൻ പോയി വൈകിപ്പോയി, നീ വിഷമിച്ചുല്ലേ, സാരല്ലേടി, ഇനി മേലാലെ ഇങ്ങനെ ഉണ്ടാവൂല എന്ന് പറയില്ലേ? സമാധാനം ഉണ്ടാവൂലേ? സ്വസ്ഥത ഉണ്ടാവൂലേ? ഈ വീട്ടിലെ സകല കുഴപ്പമുണ്ടാക്കിയാരാ? ആരാണ്ടാക്കിയേ? ഭാര്യയാണോ? ഭാര്യയല്ല. സന്തോഷം പ്രകടിപ്പിക്കേണ്ട സ്ഥലത്ത് ദേഷ്യം പ്രകടിപ്പിച്ചതാണ്. ഇങ്ങനെ വികാരങ്ങള് തെറ്റി പ്രകടിപ്പിക്കുമ്പോഴാണ് ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഭാര്യ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഉപ്പ് കൂടിപ്പോയി, നമ്മൾ എന്താ പ്രകടിപ്പിക്കുക? ഏത് വികാരം പ്രകടിപ്പിക്കുക? ദേഷ്യം പ്രകടിപ്പിക്കുക. ദേഷ്യമാണോ പ്രകടിപ്പിക്കേണ്ടത്? അല്ലേ? ഉപ്പ് കൂടി എന്താ പറയും? എന്തിനാ കൊള്ളാടി നിന്റെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ ഭാര്യ എന്ത് പറയും? സൗകര്യം ഉണ്ടെ തിന്ന് എണീറ്റ് പോയാൽ മതി, എനിക്ക് ഇത്ര ഒക്കെ പറ്റൂ. കഴിഞ്ഞില്ലേ കഥ? നേരെ മറിച്ച് നമ്മൾ എന്ത് പറയണം? സങ്കടമാണ് വരണ്ടേ, എടി ഇച്ചിരി ഉപ്പും കൂടി കുറഞ്ഞിരുന്നെങ്കിൽ ഇത് ലേശവും കൂടി നന്നാവുമായിരുന്നു എന്ന് പറഞ്ഞാലോ, സോറി ഏട്ടാ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയില്ലേ? അത്രയല്ലോ. ഇപ്പൊ ഈ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ? വികാരങ്ങൾ തെറ്റി വരുന്നത്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നാവാണ്. നാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ് ഈ ലോകത്ത് മുഴുവൻ പ്രശ്നം ഉണ്ടാവുന്നത്. നമ്മൾ ഇന്ന് അത് മാത്രമേ പഠിക്കുന്നുള്ളൂ. നാവിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കാം. നമ്മളെ അനുവാദത്തോടു കൂടി മാത്രമേ നമ്മൾക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കാവൂ. സത്യത്തിൽ നമ്മളെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നത് നാട്ടുകാരാണ്. നമ്മൾ നാട്ടുകാർക്കൊക്കെ കുറെ റിമോട്ട് കൺട്രോൾ വാങ്ങിക്കൊടുത്താൽ അവരെ സ്വിച്ച് ഞെക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതും സന്തോഷം വരുന്നതും സങ്കടം വരുന്നതും ഒക്കെ. അപ്പൊ നമ്മളെങ്ങനെ നമ്മളെ മനസ്സെന്ന് പറയാം? എൻ്റെ മനസ്സിന്റെ താക്കോല് എൻ്റെ കയ്യിലായിരിക്കണം. ആ താക്കോല് വേറൊരാളെ കൈ കൊടുക്കരുത്. അതിന് മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തേണ്ടതുണ്ട്. അതിന് ധ്യാനങ്ങൾ നല്ലതാണ്, നോളജ് നല്ലതാണ്.
അതിന് ആൾക്കാരെ തിരിച്ചറിയേണ്ടതുണ്ട്, പെരുമാറ്റ രീതികൾ പഠിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ആൾക്കാരെ കണ്ടാൽ എല്ലാവരും മനുഷ്യന്മാരെ മാറിയിട്ടുണ്ടെങ്കിലും ഓരോരുത്തർക്കും ഓരോ പ്രകൃതമുണ്ട്, ഓരോരുത്തരും ഓരോ മൃഗം ഒളിച്ചിരിക്കുന്നുണ്ട്. 9 തരത്തിൽ വ്യക്തിത്വങ്ങളുണ്ട്. 9 ഭാഷയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. ചില ആൾക്കാർ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ ബുദ്ധി കൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഭാഷ മനസ്സിലാക്കി അയാൾക്കനുസരിച്ച് അയാളോട് സംസാരിക്കാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ ലോകത്തെ ഏറ്റവും നല്ല ആളാവുന്നത്. ഈ ലോകത്തെ ഏറ്റവും നല്ല ഒരാൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റുന്ന കാര്യം നല്ല വാക്കുകൾ പറയാന്നുള്ളതാണ്. ഭക്ഷണത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, വസ്ത്രത്തിനോ താമസത്തിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ആകെ ഒന്നും ബുദ്ധിമുട്ടുള്ളത് നല്ല വാക്കുകൾക്കാണ്. ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന വാക്കുകൾക്കാണ്. നിങ്ങളെ വാക്കുകൊണ്ട് ലോകത്ത് ആർക്കെങ്കിലും ഒരാൾക്ക് സന്തോഷമോ സമാധാനമോ ഉണ്ടാവുമ്പോഴാണ് നിങ്ങളെ ജീവിതം ധന്യമാവുന്നത്. നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുമ്പോഴല്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് ജീവിക്കുമ്പോഴല്ല നിങ്ങളെ ജീവിതം സമ്പൂർണ്ണമാവുന്നത്, നിങ്ങളെ ജീവിതം ധന്യമാവുന്നത്. നിങ്ങളെ പ്രവൃത്തി കൊണ്ട് ലോകത്ത് ഏതെങ്കിലും ഒരാൾക്ക് സന്തോഷം ഉണ്ടാവുമ്പോൾ അപ്പോഴാണ് നിങ്ങളെ ജീവിതം ധന്യമാവുന്നത്. അതിനുവേണ്ടി കുറച്ച് നോളജുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേണ്ട ട്രെയിനിങ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല, അല്ലേ? നമ്മൾക്ക് 3 തരത്തിലുള്ള അറിവ് ഉണ്ടെങ്കിലേ മനുഷ്യന് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും. ഒരറിവ് ജീവിതത്തെക്കുറിച്ചുള്ള അറിവാണ്. നമ്മളെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഭാര്യയോട് എങ്ങനെയാണ് ഒരു ഭർത്താവ് പെരുമാറേണ്ടത് ഏതെങ്കിലും സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു എസ്സേ നിങ്ങൾ എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഇല്ല. ഭർത്താവിനോട് ഭാര്യ എങ്ങനെയാണ് പെരുമാറേണ്ടത് ആരെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അച്ഛനെ അമ്മേനെ എങ്ങനെ നോക്കണം നമ്മൾ ആരെ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളെ എങ്ങനെ വളർത്തണം നമ്മൾ ആരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ജീവിതത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല ഇവിടുന്ന്. രണ്ടാമത്തെ അറിവ് ജീവനെ കുറിച്ചുള്ള അറിവാണ്. ഒരു കോശമായി അമ്മേന്റെ വയറ്റിൽ വന്ന ഞാൻ എങ്ങനെ ഒരു മനുഷ്യനായി, എങ്ങനെയാണ് എൻ്റെ ഉള്ളിൽ ഇന്റേണൽ ഓർഗൻസ് പ്രവർത്തിക്കുന്നത്, എൻ്റെ ഉള്ളിൽ പ്രാണൻ എന്ന് പറയുന്ന ഒരു സാധനം. അങ്ങനെ ജീവനെ കുറിച്ചുള്ള അറിവ്. അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ആരോഗ്യത്തോടു കൂടി ജീവിക്കേണ്ടത് നമ്മളെ പഠിപ്പിച്ചില്ല. ഇന്ന് എന്ത് രോഗമായിട്ട് ഹോസ്പിറ്റലിൽ പോയാലും ഡോക്ടർ പറയും ഇത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. എന്നാൽ ആ ലൈഫ് സ്റ്റൈൽ ഒന്ന് പറഞ്ഞൊരു സുഹൃത്തെ അതവർക്ക് പറയാൻ പറ്റുന്നില്ല. ലൈഫ് സ്റ്റൈൽ എന്താണ് എന്ന് നമ്മളെ പഠിപ്പിച്ചില്ല. ജീവനെ കുറിച്ചുള്ള അറിവ് മുമ്പ് കിട്ടിയിട്ടില്ല. നമുക്ക് ആകെ കിട്ടിയത് ജീവിക്കാനുള്ള അറിവാണ്, അക്കാഡമിക്കൽ ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉണ്ട് എല്ലാവർക്കും ബിടെക് ഡിഗ്രി ഉണ്ട്, പല ഡിഗ്രി ഉണ്ട്. പക്ഷെ ജീവിക്കാൻ അറിയില്ല. നമ്മളെ സ്കൂളിൽ പഠിപ്പിച്ച എന്തൊക്കെയാ? A+B² അല്ലേ? A² + 2AB + B². 100 പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി പഠിച്ചതാണ്. ജീവിതത്തിൽ ഇന്ന് വരെ ഉപകാരത്തിൽ വന്നിട്ടില്ല. ഇങ്ങനെ ഒരിക്കലും ഉപകാരത്തിൽ വരാത്ത കുറെ കാര്യങ്ങൾ പഠിച്ചു എന്നല്ലാതെ എൻ്റെ ഭാര്യയോട് ഞാൻ എങ്ങനെയാ പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഈ വിദ്യാഭ്യാസം കൊണ്ടെന്താ കാര്യം? അപ്പൊ അതിനു വേണ്ടി നമ്മൾ സമയം ചെലവാക്കേണ്ടിയിരിക്കുന്നു. നമ്മളെ സന്തോഷവും സമാധാനമൊക്കെ നമ്മൾക്ക് തിരിച്ചെടുക്കണം. മുല്ലാ നാസറുദ്ദീൻ ഒരിക്കലും ഒരു സ്ട്രീറ്റ് ലൈറ്റിനടിയിൽ എന്തോ തിരയാണ്. ഇപ്പൊ ഒരു കൂട്ടുകാരൻ പോയി ചോദിക്കുമോ നിങ്ങൾ എന്താണ് തിരയുന്നത്? ഇപ്പൊ മുല്ല പറയും എൻ്റെ ചാവിയാണ്, താക്കോലാണ്. ആ സുഹൃത്തും കൂടി കൂടും തിരയാൻ വേണ്ടിയിട്ട്. കുറെ തെരഞ്ഞെടുത്ത് ചാവി കിട്ടില്ല. ഇപ്പൊ കൂട്ടുകാരൻ ചോദിക്കും മുല്ലേനോട്, മുല്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടോ നിങ്ങളുടെ ചാവി ഇവിടെ തന്നെയാണ് കളഞ്ഞു പോയതെന്ന്? ഇപ്പൊ മുല്ല പറയും സുഹൃത്തെ എൻ്റെ ചാവി കളഞ്ഞു പോയത് എൻ്റെ മുറിയിലാണ്, പക്ഷെ അവിടെ വേണ്ടത്ര വെളിച്ചമില്ല എന്നാ. ഇവിടെയാണ് വെളിച്ചമുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ അന്വേഷിക്കുന്നത്. കളഞ്ഞുപോയ സ്ഥലത്ത് അന്വേഷിക്കാതെ വെളിച്ചമുള്ള സ്ഥലത്ത് അന്വേഷിക്കുന്ന മുല്ലയുടെ ഒരു വിഡ്ഢിത്തം. അതാണ് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷം വേണം, സമൃദ്ധി വേണം, ഹാപ്പിയായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ സന്തോഷം നമ്മൾ അന്വേഷിക്കുന്ന എവിടെയാ? സൗകര്യമുള്ള സ്ഥലത്താ. കുറെ ആൾക്കാർ ബാറിൽ പോയി അന്വേഷിച്ച് നോക്കി, സാധനം കിട്ടാനില്ല. കുറെ ആൾക്കാർ സിനിമാ ഹാളിൽ പോയി അന്വേഷിച്ച് നോക്കി, കിട്ടാനില്ല. സിംഗപ്പൂർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോയി നോക്കി, മലേഷ്യ പോയി നോക്കി, അമേരിക്കയിൽ പോയി നോക്കി, എവിടെ പോയിട്ടും ഈ സാധനം മാത്രം കിട്ടാനില്ല. ഇത് സന്തോഷ സമാധാനം കിട്ടാൻ കാരണം എന്താ? ഇതൊക്കെ സൗകര്യമുള്ള സ്ഥലത്താണ് അന്വേഷിക്കുന്നത്. ഇത് നഷ്ടപ്പെട്ടത് എവിടെയാ? നമ്മളെ ഉള്ളിൽ എവിടെയാണ്? ആ ഉള്ളിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇത് കിട്ടും. അപ്പൊ ഇത് തിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ലോകത്ത് എവിടെയും പോകണ്ട, ഉള്ളിലേക്ക് നോക്കിയാൽ മതി. ആത്മാന്വേഷണമാണ് വേണ്ടത്. അതിനെക്കുറിച്ച് എപ്പോഴെങ്കിലുമൊക്കെ സമയവും കണ്ടെത്തണം. അതിനുവേണ്ടി ആയിരിക്കണം നമ്മളൊരു ശ്രമം. അതിനാരും സമയം കണ്ടെത്താറില്ല. തിരക്കിട്ട് പോവുക നമ്മൾ. ഫ്യൂവല് തീരാനായി കാണിക്കുന്നുണ്ട്, ഫ്യൂവല് തീരാനായി. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത്
പമ്പ് ഇഷ്ടംമാരുണ്ട് രണ്ട് സൈഡിലും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി പമ്പിൽ കയറിയാൽ ഞാൻ പിന്നിലായി പോയാലോ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയല്ലേ എന്ന് കരുതി ഉള്ള ഫ്യൂവലായിട്ട് പോയിട്ട് ലക്ഷ്യത്തിലെത്താതെ എവിടെയോ വെച്ച് നമ്മൾ അവസാനിച്ചു പോവാം. ഇടയ്ക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ലോ ആക്കി ഒരു പമ്പിൽ കയറി കുറച്ച് ഇന്ധനം നിറച്ച് തൊട്ടടുത്ത ചായക്കടയിൽ കയറി ഒരു ചായ ആസ്വദിച്ച് കുടിച്ച് മെല്ലെ പോയാൽ മതി. അത് ഇത്തരം ക്ലാസ്സുകളും ഇത്തരം നോളജുമാണ്. അതിനു വേണ്ടി സമയം കണ്ടെത്തണം, അതിന് പറ്റിയ പുസ്തകങ്ങൾ വായിക്കണം, അതിനു വേണ്ടി സമയം കണ്ടെത്തണം. ഒരു ദിവസം ഒരു 5 മിനിറ്റെങ്കിലും ധ്യാനിക്കാൻ ഉപയോഗിക്കണം, നോളജ് ശേഖരിക്കാൻ വേണ്ടി ഉപയോഗിക്കണം. അതിനുള്ള വേദികൾ കണ്ടുപിടിക്കട്ടെ. ഇന്ന് അതിലേക്കുള്ളൊരു വെളിച്ചം വീശൽ മാത്രമാണ് നമ്മൾ ചെയ്തത്. കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട്. നമ്മൾക്ക് വലിയൊരു പദ്ധതി ഉണ്ട്, എൻ്റെ ഗ്രാമം സ്വാസ്ഥ്യഗ്രാമം. 5-ൽ ഒരാൾ ശക്തമായ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. അവരെ സഹായിക്കാനുള്ള ചുമതല നമ്മളേതാണ്. ഞങ്ങളുണ്ട് കൂടെ എന്ന് നമുക്ക് പറയാൻ പറ്റണം. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ആരെങ്കിലും സഹായിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമുക്ക് കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവരെ ആ തരത്തിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു മിഷനായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ മിഷന്റെ കൂടെ കൂടുക, ഞങ്ങളുണ്ട് കൂടെ, ഞാനുണ്ട് കൂടെ എന്ന് നമുക്ക് ലോകത്തോട് പറയാൻ പറ്റണം. നമ്മളെ നാട്ടിൽ, എൻ്റെ ഗ്രാമത്തിൽ ആത്മഹത്യയല്ല, എൻ്റെ ഗ്രാമത്തിൽ ഡിവേഴ്സ് ഇല്ല, എൻ്റെ ഗ്രാമത്തിൽ പീഡനങ്ങളില്ല, എൻ്റെ ഗ്രാമത്തിൽ എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കണം. അപ്പോഴും മാത്രമേ നമ്മളെ ജീവിതം ധന്യമാവുന്നുള്ളൂ, അല്ലേ? അപ്പൊ ഒരു വാക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞു, സങ്കല്പത്തിലെ ഭാര്യനെ ശരിക്കുള്ള ഭാര്യനെ സങ്കല്പത്തിലെ ഭാര്യനെ ആക്കി മാറ്റണം. ഇന്ന് പോയാൽ ചെയ്യേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ആദ്യം പറയുന്ന ഭർത്താക്കന്മാരോടാണ്. ഇവിടെ എത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യാം, ഇന്ന് വീട്ടിൽ പോയിട്ട് ഭാര്യനെ ചേർത്ത് പിടിച്ച് നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് പറയണം, എന്ത്, നിന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന്. കാരണം നമ്മൾ എന്തേ പറഞ്ഞുള്ളൂ, നിന്നെ കണ്ട കാലം തുടങ്ങിയത് കണ്ടകശനി എന്നേ പറഞ്ഞുള്ളൂ. മാറ്റി പറയും, ഇതിനേക്കാൾ വൃത്തിയുടെ ഭാര്യയെ കിട്ടായിരുന്നു. പക്ഷെ അതിലെ നന്മയെ കാണാൻ തുടങ്ങി. അങ്ങനെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങളെ ഭാര്യ എത്ര മാറുമെന്നറിയോ, അല്ലേ? ഇത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയും. ഞാൻ എന്നിട്ട് പിന്നെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ ചോദിക്കും, അല്ല നിങ്ങൾ പറഞ്ഞോ നോക്കും. അപ്പൊ ഭർത്താവ് പറയും, സാറേ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാ പോയത്, പക്ഷെ ഇവളുടെ മുഖം കണ്ടിട്ട് പറയാൻ തോന്നണ്ടേന്ന്. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവ് എന്നോട് ചോദിക്കല്ലേ, അടുത്ത വീട്ടിലെ ഭാര്യയോട് പറഞ്ഞാൽ മതിയോന്ന്. സ്വന്തം ഭാര്യയോട് പറയാൻ പറ്റണില്ല, സ്വന്തം ഭാര്യയോട് പറയണ്ടാണ്. ഇനി ഭാര്യമാരെന്ത് ചെയ്യണം, ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ഭർത്താവിനോട് പറയണം, നിങ്ങളെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ. കാരണം അത് ഇതിനേക്കാൾ വൃത്തിയുടെ ഭർത്താവിനെ കിട്ടായിരുന്നു. നമ്മൾ ഈ സങ്കല്പത്തിലെ ഭർത്താവായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അയാൾ ഒരു മൊരടനായി പോയത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല ഭർത്താവാണ്. അതിനോട് പറയണം, നിങ്ങളെപ്പോലെ ഭർത്താവിനെ കിട്ടിയ നല്ലതാണ്, ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. നിങ്ങൾ രണ്ടുപേരോട് എന്ത് ചെയ്യണം, മക്കളെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്ത് പറയണം, നിങ്ങളെപ്പോലെ 2 മക്കളെ കിട്ടിയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയണം. നമ്മളിത് പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്നറിയോ, നമ്മളെ മക്കളോട് വേറെ ആരെങ്കിലും ഇത് പറയും, ആ പറയുന്ന ആൾക്കാരെ കൂടെ അവൾ ഇറങ്ങി പോവുകയും ചെയ്യും. നമ്മൾ പറയേണ്ടത് നമ്മൾ പറയേണ്ടാത്തതുകൊണ്ടാണ് അത് നാട്ടുകാർ പറയണത്, ആ പറയുന്ന ആളുടെ കൂടെ അല്ലേ. നമ്മളെ വീട്ടിലൊക്കെ മക്കളൊക്കെ അങ്ങനെ പോണില്ലേ ഒരാൾക്കാരെ കൂടെ, എന്തുകൊണ്ടാ? അവരോട് മറ്റവർ പറയുന്നുണ്ട്, നീയാണ് എൻ്റെ ജീവിതത്തിലെ പുണ്യം, നിന്നെ കണ്ടപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അർത്ഥം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് അമ്മ ഇതുവരെ പറഞ്ഞില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളെ മക്കളോട് പറയുന്നുണ്ട്, നിന്റെ കണ്ണ് കാണാൻ ഭംഗിയുണ്ട്, നിന്റെ മൂക്ക് കാണാൻ ഭംഗിയുണ്ട്, നീ സുന്ദരിയാണ് എന്ന് ഏതെങ്കിലും അച്ഛനും അമ്മയും മക്കളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പറയണം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം, നീയാണ് ഞങ്ങളെ ഭാഗ്യം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. ഇതിനേക്കാൾ വലിയൊരു കാര്യമാണ് നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാവരും കൂടി അച്ഛനെയും അമ്മേനെയും കെട്ടിപ്പിടിച്ച് അവരോട് പറയണം, നിങ്ങളെപ്പോലെ മക്കളെ മുമ്പെന്ന് പറയണം, ഒരു അച്ഛനെയും അമ്മേനെയും കിട്ടിയതാണ് ഞങ്ങളെ വലിയ ഭാഗ്യം എന്ന്. അത് മക്കൾ കണ്ടാൽ ഉറപ്പാണ് നിങ്ങൾക്ക് വീട്ടിൽ കിടന്ന് മരിക്കാം, ഇല്ലെങ്കിൽ ഉറപ്പാണ് ഏതെങ്കിലും വൃദ്ധസദനത്തിൽ കിടന്ന് മരിക്കേണ്ടി വരും. നമ്മളത് കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ അവർ മെസ്സേജ് സ്വീകരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഈ പിള്ളേർ വന്ന് മക്കളെ ജനിച്ചതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു, അവർക്ക് തോന്നുന്ന നിമിഷം അത് ഒരിക്കലെങ്കിലും പറയണം. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും പരസ്പരം പറയുമ്പോഴാണ് അത് ഒരു കുടുംബമായി നമ്മൾ പറയുന്നത്. അപ്പോഴും മാത്രമേ പറയാൻ പറ്റൂ. അല്ലാത്ത സമയത്ത് ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന പരസ്പരം മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പം അങ്ങനെ പറയാൻ ശീലിക്കണം, അതിന് ഉള്ളിൽ നിന്ന് വരണം, നല്ല വാക്കുകൾ പറയാം, നല്ല കാര്യങ്ങൾ ചിന്തിക്കാം. ഇത്
ഒരു തുടക്കം മാത്രമാണ്. ഇനിയും നമ്മൾക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ഈ യാത്രയിൽ ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. നമ്മളുടെ ആശയങ്ങളെക്കുറിച്ചും നമ്മളുടെ യാത്രയെക്കുറിച്ചും ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്കവിടെ ചെറിയ കൗണ്ടർ ഉണ്ട്. അവിടെ പേര് കൊടുക്കുകയാണെങ്കിൽ എല്ലാ പ്രോഗ്രാമും നിങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഇന്ന് എടുത്ത വിഷയം ധന്യമാക്കാം ജീവിതം, അതിനെക്കുറിച്ച് നമ്മൾ ഇറക്കിയ ചെറിയൊരു പുസ്തകമുണ്ട്. ഒരു കുടുംബത്തിൽ ഒരു കൈപ്പുസ്തകമായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ജീവിതം എങ്ങനെ ആഘോഷമാക്കി മാറ്റാം എന്ന് പറയുന്നത് കുഞ്ഞു പുസ്തകമുണ്ട്. അത് വേണമെങ്കിൽ അവിടെ ഉണ്ടാവും. അതുപോലെ എൻ്റെ ചില കൗൺസിലിംഗ് അനുഭവങ്ങൾ, ഭാര്യയും ഭർത്താവോടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എങ്ങനെയാണ്, എങ്ങനെ മാനേജ് ചെയ്യണം, കുട്ടികളെങ്ങനെയാണ്, കുറച്ച് കോപ്പി, കുറച്ച് കാര്യങ്ങൾ അവിടെ ഉണ്ട്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ ഗുരുവായൂരിലെ കേസില്ലേ, പറഞ്ഞില്ലല്ലോ, ആ കേസ് ഞാൻ അവരോട് പറഞ്ഞ എത്രയേ ഉള്ളൂ. കുറേ നോളജ് പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾ പിരിയാം, ഫ്രീസ് ചെയ്യാം ഒരു മാസത്തേക്ക്, ഒരു കണക്ഷനും പാടില്ല. ഭാര്യ വീട്ടിലും ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിലേക്കും പോയി. ഞാനൊരു എനിയേഗ്രാം എന്ന് പറയുന്നൊരു വിഷയം പറഞ്ഞു കൊടുത്തിരുന്നവർക്ക് ചിന്തിക്കാൻ വേണ്ടി സമയം കൊടുത്തതാണ്. 7ാമത്തെ ദിവസം ഭർത്താവ് വിളിക്കുന്നുണ്ട്. ഭർത്താവിനോട് പറയാം, സാറ് ഞാൻ പിന്നീട് സാറ് പറഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ അവളെ ഭാഗത്ത് ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രമേ പ്രാധാന്യം കൊടുത്തിട്ടുള്ളായിരുന്നു. അവളെ ഭാഗത്ത് ചിന്തിച്ചപ്പോൾ അവൾ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി. എൻ്റെ അച്ഛനും അമ്മയ്ക്ക് പ്രായമായിട്ടൊന്നുമില്ല, അവർ ഞങ്ങൾ വേണം നിർബന്ധമല്ല. അവള് പോയപ്പോഴാണ് ഞാൻ അവളുടെ വില മനസ്സിലാക്കിയത്. അത്ഭുതം. അന്ന് ഭാര്യ എന്നെ വിളിച്ചിരുന്നു. ഭാര്യയും പറഞ്ഞു, സാറേ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു മാസമൊന്നും അങ്ങനെ മാറ്റി നിർത്തരുത്, എത്രയും പെട്ടെന്ന് യോജിപ്പിക്കണം. അവളെ ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചപ്പോഴാണ് ആ ശരി എനിക്ക് മനസ്സിലായത്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് റീയൂണിയൻ ചെയ്യണം. ഞാൻ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഭാര്യന്റെ വില മനസ്സിലാവാൻ ഭാര്യ മരിക്കുന്നത് വരെ കാത്തു നിൽക്കണം. ഭർത്താവിന്റെ വാല്യൂ മനസ്സിലാക്കാൻ ഭർത്താവ് മരിക്കുന്നവരെ കാത്തിക്കണം. അച്ഛൻ്റെ അമ്മേൻ്റെ വില മനസ്സിലാക്കാൻ അച്ഛനും അമ്മയും മരിക്കുന്നവരെ കാത്തിക്കണം. അച്ഛനും അമ്മയും മരിച്ച എന്തൊരു കരച്ചിലാന്നറിയാം. പോയേന്ന് പറഞ്ഞിട്ട് തലേന്ന് വരെ കെട്ടിപ്പിടിച്ച് ഉമ്മ നമ്മൾ കൊടുത്തിട്ടില്ല. മരിച്ചു കിടക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അതെന്തോ തലേന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊരു സമാധാനം ഉണ്ടാവും അല്ലേ? അപ്പൊ അറിയില്ല എത്ര കാലമ്പളുണ്ട്, ആരൊക്കെ എത്ര കാലമുണ്ട് എന്ന് അറിയില്ല. അതുകൊണ്ട് ആൾക്കാർ അംഗീകരിക്കാനുള്ള സ്നേഹിക്കാനുള്ള സമയം മാറ്റി വെക്കരുത്. അത് ഇന്ന് ചെയ്യണം. ആരോടൊക്കെ നന്ദി പറയാനുണ്ടോ അതൊക്കെ ഇന്ന് ചെയ്യണം. ഈ വലിയ നോളജിക്ക് തന്നാരാന്നറിയോ? ഞാൻ മെഡിക്കൽ കോളേജിൽ ഒരു പെൺകുട്ടിയെ കാണാൻ പോയി. ബ്രെയിൻ ട്യൂമറായിട്ട് കിടക്കുക. 2 മാസേ ജീവിക്കുന്ന ഡോക്ടർ പറഞ്ഞതാ. 24 വയസ്സുള്ള പെൺകുട്ടി. കല്യാണം നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ബ്രെയിൻ ട്യൂമറാന്ന് അറിഞ്ഞത്. ഹോസ്പിറ്റലിലെത്തി മരണത്തെ കാത്തു കിടക്കുക. ആ സമയത്ത് ഞാൻ അവളുടെ അടുത്ത് ഇവനെ കാണണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പം എന്നെ കണ്ടിട്ട് അവൾ ചോദിച്ചത് ആത്മാവിനെ കുറിച്ച്, മരിച്ചു കഴിഞ്ഞിട്ടുള്ള ജീവനെ കുറിച്ചൊക്കെ ചോദിക്കാൻ എന്നെ വിളിച്ചത്. അങ്ങനെ ഞാൻ 2 പുസ്തകങ്ങൾ, പൗലോ കൊയ്ലോന്റെ ആൽക്കമിസ്റ്റ് എന്ന് പറയുന്നൊരു പുസ്തകവും സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ജീവചരിത്രവും രണ്ടുമായിട്ടാണ് പോയത്. ഞാൻ അവളെ എന്തൊക്കെയോ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു. അവൾ എന്നോട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താണ് 2 മാസം നിനക്കുണ്ട്, നീ എന്താണ് ഈ 2 മാസം ചെയ്യാൻ പോണത്? അവൾ ഈ 2 മാസം ജോലി ചെയ്യേണ്ട കാര്യം, ജോലി ചെയ്യുന്നതിനാ കാശുണ്ടാക്കാൻ, ഭാവിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാ. പുസ്തകം വായിച്ച് നോളജ് ഉണ്ടാക്കണം. എന്തിനാ? ഒക്കെ ഭാവിയിലേക്ക്. നമ്മൾ ഇന്ന് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങൾ ഭാവിയിൽ എന്നോ ഉപകാരം വിചാരിച്ചിട്ടാ. ഈ ഭാവിയിൽ നമ്മൾ ഉണ്ടാവുന്നുള്ള ഒരു ഉറപ്പില്ല. അവക്കൊന്നും ചെയ്യാനില്ല. സ്വത്ത് ഉണ്ടാക്കണ്ട, ജോലിക്ക് പോണ്ട, ഇതൊക്കെ എന്തിനാ? അതൊക്കെ ഭാവിക്ക് വേണ്ടിയിട്ടാ. അടുത്ത വീട്ടുകാരനായിട്ട് കേസ് കൂടണ്ട, 2 സെന്റ് സ്ഥലത്തിന് വേണ്ടി സുപ്രീം കോടതി വരെ പോണില്ലേ നമ്മള്? എന്ത് കാര്യത്തിന്? ഇതൊന്നും ചെയ്യാനില്ല. അവള് പറഞ്ഞത്രയേ ഉള്ളൂ, എനിക്ക് ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട്, എന്നെ സഹായിച്ച എല്ലാവരോടും. ഞാൻ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വേദനിപ്പിച്ച ഓരോരുത്തരെയും അടുത്തു പോയി അവരോട് എനിക്ക് ക്ഷമ പറയണം. എൻ്റെ 2 മാസം ഞാൻ ഉപയോഗിക്കുന്നത് നന്ദി പറയാനും ക്ഷമ പറയാനും വേണ്ടിയിട്ടാണ്. വളരെ സന്തോഷം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു ചോദ്യം, എൻ്റെ ഉള്ളിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അവളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമില്ല. അവള് 2 മാസവും കൂടി ഉള്ളൂന്ന് അവക്കറിയാം. ഞാൻ എത്ര മാസം ഉണ്ടെന്ന് എനിക്കറിയില്ല. അറിയില്ല എത്ര കാലം ഇവിടെ ഉണ്ടെന്ന്. നാളെ രാവിലെ ആരൊക്കെ ലോകത്തുണ്ടാവുന്നൊക്കെ അറിയാമല്ലേ? NN കക്കാടിന്റെ ഒരു കവിത ഉണ്ട് അല്ലേ? ഏതായിരുന്നു? ആർദ്രമേധനു മാസരാവുകളിലൊന്നിൽ ആതിരവരും പോവുമല്ലേ സഖി. അതില് NN കക്കാട് തൊണ്ടയില് ക്യാൻസറായിട്ട് മരണത്തെ കാത്തു കിടക്കുമ്പോ, പേര് ഇനി ഞാൻ ഓർക്കണ്ടാണോ? അല്ല, ആ കവിതന്റെ പേരെന്ന് ഓർമ്മണ്ടോ? അല്ലേ? മഴ വരും
അല്ലേ? പൂവ് ഓരോ പൂവിലും തളിർവരും കായ്വരും. ഇനി അന്നെന്തും എന്തെന്നും ആർക്കറിയാം, നാളെ എന്തൊക്കെയാന്ന് ആർക്കും ഓർമ്മ. ഇതുപോലത്തെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായാൽ മതി, ഒന്നും ഭൂമി ഒന്ന് കുലുങ്ങിയാൽ മതി, കഴിഞ്ഞ കഥ. ആരൊക്കെ ഉണ്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യാം? ഇന്നത്തെ ദിവസം മുഴുവൻ എന്തിനുപയോഗിക്കുക? നന്ദി പറയാൻ ഉപയോഗിക്കുക. എല്ലാവരോടും നന്ദി പറയാം. നമുക്ക് ജന്മം തന്നവരോട് നന്ദി ഫീൽ ചെയ്യാം. അപ്പൊ ഈ ജീവിതം മുഴുവൻ നന്ദി പറയാനുള്ളത്. മാറ്റി വെക്കരുത് നന്ദി പറയാനുള്ള ദിവസം. ഇന്ന് തന്നെ വീട്ടിൽ പോയാൽ കെട്ടിപ്പിടിച്ച് നന്ദി പറയണം എല്ലാവരോടും. നന്ദി ഫീൽ ചെയ്യണം. നമ്മളെ പ്രവൃത്തിയിൽ നന്ദി ഉണ്ടാവണം. ഏതൊരാളോടും പെരുമാറുമ്പോൾ നമ്മളോട് നന്ദി ഉണ്ടാവണം, അല്ലേ? ആ നന്ദി ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ അവിടെയാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത്. നന്ദി ഉണ്ടായിരിക്കും, അല്ലേ? നന്ദിയുള്ള ആളായിരിക്കുക, എപ്പോഴും നന്ദിയുള്ള ആളായിരിക്കും. സോ ഒരുപാട് നന്ദി.